ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട പുനർപരിശോധനാ ഹർജികളിൽ കോടതി വിധി ഇന്നില്ല. കേസ് വിധി പറയാനായി മാറ്റി. കോടതിയിൽ വാദിക്കാൻ അവസരം ലഭിക്കാത്തവർക്ക് തങ്ങളുടെ വാദം എഴുതി സമർപ്പിക്കാൻ 7 ദിവസത്തെ സമയം അനുവദിച്ചു. വാദത്തിനിടെ വിശ്വാസങ്ങൾക്കും മീതെയാണ് മൗലിക അവകാശമെന്ന് കോടതി വീണ്ടും ഓർമ്മപ്പെടുത്തി. വിധിയിൽ പിഴവെന്തെന്ന് വിശദീകരിക്കാൻ അഭിഭാഷകരോട് ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു. അതേസമയം വിധി പുനർപരിശോധിക്കേണ്ടതില്ലെന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. സന്തോഷ്, വിശദാംശങ്ങൾ. ആനന്ദ്, 65 ഹർജികളാണ് ഇന്ന് സുപ്രീം കോടതിക്ക് മുമ്പിലെത്തിയത്. രാവിലെ 10:30 തന്നെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് ഇതിൽ വാദം ആരംഭിച്ചു. അത് 3.5 മണിക്കൂറിലേറെ നീണ്ടു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് കോടതി പിരിഞ്ഞെങ്കിലും പിന്നീടും 1 മണിക്കൂറോളം വാദം നീണ്ടു. അതിനുശേഷം വാദങ്ങളെല്ലാം പൂർത്തിയാക്കിയ കോടതി കേസിൽ വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. വാദിക്കാത്ത അഭിഭാഷകർക്ക് അവരുടെ നിലപാട് വിശദീകരിക്കാൻ 7 ദിവസത്തെ സമയവും സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. അവർക്ക് രേഖാമൂലം തന്നെ സുപ്രീം കോടതി ഇത് അറിയിക്കാം. നാടകീയ സംഭവ വികാസങ്ങൾ തന്നെ വാദത്തിനിടയിൽ നടന്നു. ചില നിർണായക പരാമർശങ്ങളും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. രാവിലെ വാദം ആരംഭിച്ചപ്പോൾ തന്നെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കിയത് എന്താണ് വിധിയിലെ തെറ്റ് എന്ന് എടുത്തു പറയുക, മറ്റു വാദങ്ങളിലേക്കും വിശദമായ വാദങ്ങളിലേക്കും പോകേണ്ടതില്ല. NSSന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മോഹൻ പരാശരനാണ് ഈ എതിർക്കുന്നവർക്ക് വേണ്ടിയുള്ള ആദ്യ വാദം ആരംഭിച്ചത്. മോഹൻ പരാശരൻ ചൂണ്ടിക്കാണിച്ചത്, അദ്ദേഹം പറഞ്ഞത് ഈ 15 ഭരണഘടനയുടെ 15ാം അനുച്ഛേദ പ്രകാരം ക്ഷേത്ര ആചാരങ്ങൾ റദ്ദാക്കിയത് തന്നെ തെറ്റാണ്. കാരണം വിധിയിൽ തന്നെ പിഴവുണ്ട്. ഈ 15ാം അനുച്ഛേദം വിശദീകരിക്കുന്നതിൽ കോടതിക്ക് പോലും തെറ്റുപറ്റി. യുവതീ പ്രവേശനം ഒരു തൊട്ടുകൂടായ്മയുടെ ഭാഗമായിട്ടാണ് ഭരണഘടനയിൽ കാണുന്നത്. പക്ഷേ അതൊരു തൊട്ടുകൂടായ്മയുടെ ഭാഗമായി കാണാനാകില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. തുടർന്ന് തന്ത്രിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ വി ഗിരിയാണ് തൻ്റെ വാദങ്ങൾ ഉന്നയിച്ചത്. വി ഗിരി ചൂണ്ടിക്കാണിച്ചത് വിഗ്രഹത്തിൻ്റെ അവകാശവുമായി ബന്ധപ്പെട്ടാണ് യുവതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിന് തന്ത്രിക്ക് പ്രത്യേക അവകാശമുണ്ട് എന്നും അറിയിച്ചു. തുടർന്ന് NSSൻ്റെ ദേവസ്വം ബോർഡിൻ്റെ മുൻ അധ്യക്ഷൻ പ്രയാർ ഗോപാലകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് കോടതിക്ക് മുമ്പിലെത്തിയത്. മനു അഭിഷേക് സിംഗ്വി വാദിച്ചപ്പോൾ തന്നെ കോടതി ചോദിച്ചു, നേരത്തെ ദേവസ്വം ബോർഡിന് പ്രത്യേക വ്യക്തിപരമായ നിലപാടുകൾ ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. നൈഷ്ഠിക ബ്രഹ്മചര്യം പ്രത്യേക അവകാശം എന്ന് തന്നെയാണ് സിംഗ്വിയും ആവർത്തിച്ചത്. 25, 26 അനുച്ഛേദങ്ങൾ കൂട്ടി വായിക്കണം എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടി ശേഖർനാഥിനെ അടക്കമുള്ളവർ ഹാജരായി. ഇതിനിടയിൽ നേരത്തെയുള്ള വിധിയിൽ വിയോജനക്കുറിപ്പ് എഴുതിയ ഇന്ദു മൽഹോത്ര ഹിന്ദു മതാചാര നിയമത്തിൻ്റെ പകർപ്പൊക്കെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നു. ചില അഭിഭാഷകരുടെ വാദങ്ങൾ തുടർന്നു പോയപ്പോൾ കോടതി തന്നെ പറഞ്ഞു ഇത് നീണ്ടു പോവുകയാണ്. കാരണം പല വാദങ്ങളും ആവർത്തിക്കുന്നു. നേരത്തെ ഉണ്ടായ വാദങ്ങൾക്കപ്പുറം എന്താണ് വിധിയിലെ തെറ്റ് എന്ന് പറയുക എന്നാണ് ആവശ്യപ്പെട്ടത്. തങ്ങൾ ഭരണഘടനയുടെ കണ്ണിലൂടെയാണ് ഈ വിധിയെ കാണുന്നത്. ഭരണഘടന പ്രകാരം സിവിൽ റൈറ്റ്സ് എല്ലാ ആചാരങ്ങൾക്കും മുകളിലാണ് എന്നും ചീഫ് ജസ്റ്റിസ് അറിയിക്കുകയും ചെയ്തു. അതിനിടയിൽ തന്നെ ഈ 15ാം അനുച്ഛേദം വിശദീകരിക്കുന്നതിൽ തെറ്റുപറ്റിയെന്ന പരാമർശത്തെയൊക്കെ സുപ്രീം കോടതി അപ്പോൾ തന്നെ നിരാകരിക്കുകയൊക്കെ ചെയ്തു. കാരണം ഇതുപ്രകാരം യുവതികളുടെയും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അവകാശം തുല്യത തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിലൊരു ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമായി മാറ്റാനാകില്ല എന്നൊക്കെ നരിമാനൊക്കെ വ്യക്തമാക്കുകയൊക്കെ ചെയ്തു. അത് ഉച്ചയ്ക്ക് ശേഷം ആണ് വിശദമായ വാദം ഈ അംഗീകരിക്കുന്നവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇതിനിടയിൽ സംസ്ഥാന സർക്കാരിൻ്റെ വാദം പൂർത്തിയായിരുന്നു. സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഇവിടെ സ്ത്രീ പുരുഷ അവകാശത്തിൻ്റെ തുല്യതയ്ക്ക് വേണ്ടിയാണ് തങ്ങൾ നിലകൊള്ളുന്നത്. ഈ വിധി നടപ്പിലാക്കണം. നിലവിലുണ്ടായിരിക്കുന്ന റിവ്യൂ ഹർജികളൊന്നും തന്നെ പുനഃപരിശോധനയ്ക്ക് അർഹമായ കാര്യങ്ങൾ പോലുമല്ല. ഭരണഘടനാപരമായ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നില്ല. ഇതൊക്കെ നേരത്തെ വാദത്തിനിടയിൽ പൂർത്തിയായതാണ് എന്ന് വ്യക്തമാക്കി. ബിന്ദുവിനും കനകദുർഗയ്ക്കും വേണ്ടിയും സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് തുടരുന്നുണ്ട്. സന്തോഷ്, നേരത്തെ സൂചിപ്പിച്ചുകൊണ്ടിരുന്ന ഇന്ന് കോടതിയിൽ നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തുടരാം. ഒപ്പം ഇന്ന് നടന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നിയമവൃത്തങ്ങളിൽ നിന്ന് ഏതെങ്കിലും സൂചനകൾ ഉണ്ടോ? ഈ വിധി മാറുന്നതുമായി ബന്ധപ്പെട്ടോ ഇത് തള്ളിക്കളയുന്നതുമായി ബന്ധപ്പെട്ടോ അത്തരം സൂചനകൾ ലഭ്യമാണോ? അത്തരം വിശദാംശങ്ങൾ കൂടി. അതിനു മുമ്പ് ദേവസ്വം ബോർഡിൻ്റെ നിലപാട് ഉച്ചയ്ക്ക് ശേഷം കോടതിക്ക് മുമ്പിലെത്തി. അതുകൂടി ഇവിടെ പ്രത്യേകമായി പരാമർശിക്കേണ്ടിയിരിക്കുന്നു. ദേവസ്വം ബോർഡ് സാവകാശ ഹർജിയാണ് സുപ്രീം കോടതിയിൽ നൽകിയിരുന്നത്. പക്ഷെ സാവകാശ ഹർജിയുടെ കാലാവധി തന്നെ ഇപ്പോൾ മാറിയിരിക്കുന്നു. ആ പശ്ചാത്തലം തന്നെ മാറിയിരിക്കുന്നു. കാരണം മണ്ഡലകാലത്ത് ഈ വിധി നടപ്പിലാക്കുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതിന് കുറച്ച് സമയം വേണമെന്നായിരുന്നു ആ സമയത്ത് നൽകിയത്. ഇപ്പോൾ മണ്ഡലകാലം കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും സാവകാശ ഹർജിയുടെ പശ്ചാത്തലം തന്നെ മാറിയിരിക്കുന്നു. ഇന്ന് സുപ്രീം കോടതിയിൽ അതുകൊണ്ട് തന്നെ വിധി അനുകൂലിക്കുന്നു എതിർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയത്. കാരണം എല്ലാവരും ഹർജികളിൽ
കക്ഷിയാണ് ദേവസ്വം ബോർഡ്. റിട്ട് ഹർജികളിലാകട്ടെ ഇനി പുനഃപരിശോധനാ ഹർജികളിലാകട്ടെ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് ഇന്ന് സുപ്രീം കോടതി നിലപാട് അറിയിക്കേണ്ടി വന്നു. തങ്ങൾ പൂർണ്ണമായും വിധി അനുകൂലിക്കുന്നു എന്നാണ് അറിയിച്ചത്. തുടർന്ന് വിയോജനക്കുറിപ്പ് എഴുതിയ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഒരു ചോദ്യമുയർത്തി നേരത്തെ ദേവസ്വം ബോർഡ് ഇതിനെ എതിർക്കുകയായിരുന്നല്ലോ എന്ന്. ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ മറുപടി നൽകി. ദേവസ്വം ബോർഡ് വിധി വന്നതിന് ശേഷം ചേർന്നു. വിധിയെ അംഗീകരിക്കാനും പിന്തുണയ്ക്കാനും തങ്ങൾ തീരുമാനിച്ചു. അത് പ്രകാരമാണ് ഇപ്പോൾ സുപ്രീം കോടതിക്ക് കാര്യങ്ങൾ അറിയിക്കുന്നതെന്നും ദേവസ്വം ബോർഡ് ചെയ്തു. എന്തായാലും സുപ്രീം കോടതി അതിന് ശേഷമുണ്ടായ ഒരു പ്രഥമ കോടതി അലക്ഷ്യ ഹർജികളിലും പോലും വാദം കേട്ടു എന്നാണ്. തുടർന്നാണ് 3 മണി എല്ലാ വാദവും ശേഷം ഉത്തരവ് പറയാൻ മാറ്റിവച്ചിരിക്കുന്നത്. സുപ്രീം കോടതി ഒരു നോട്ടീസ് പോലും ആർക്കും നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഒരു അന്തിമ തീരുമാനമാണ് സുപ്രീം കോടതി അറിയിക്കുക. ഇനിയൊരു 7 ബെഞ്ച് അടക്കമുള്ളതിലേക്ക് പോകാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. ആ വഴികളും അടഞ്ഞിരിക്കുന്നു. കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വ്യക്തമായി അറിയിക്കുകയും ചെയ്യും. കാരണം ഇന്നൊരു തുടർവാദം കേൾക്കാനാണ് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് തന്നെ അത് പറയാമായിരുന്നു. കാരണം സംശയങ്ങളൊക്കെ ഉണ്ട്, നമുക്കിത് വിശദമായ വാദത്തിലേക്ക് എടുക്കാമെന്നും കോടതിക്ക് പറയാമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. കോടതി അത് മാറ്റിവെക്കുകയാണ്. ഇനി വാദിക്കാത്ത അഭിഭാഷകർ കൂടി സമയം നൽകുകയും ചെയ്തു. അവർക്ക് എഴുതി നൽകാൻ സമയം നൽകുക കൂടി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു അന്തിമ തീരുമാനമാണ് ഇനിയും കോടതിയിൽ നിന്നുണ്ടാവുക. ശബരിമല കേസിൽ ഇനി ഒരു നീട്ടിക്കുറവ് സുപ്രീം കോടതിക്ക് ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയില്ല. സന്തോഷ്, ഒരു നിശ്ചിത കാലയളവ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാമോ? ഉടൻ ഒരു തീരുമാനം, അതായത് സന്തോഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ ഇനി ഒരു സങ്കീർണത തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യമല്ല. വിശദമായി കാര്യങ്ങൾ ഇത്ര സമയമെടുത്ത് ഭരണഘടനാ ബെഞ്ച് കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ചില രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് പരിശോധിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി എടുക്കുന്ന തീരുമാനം എന്തായാലും അത് നീതിയുക്തമായിരിക്കണം, അത് ഉറച്ച തീരുമാനമായിരിക്കണം. ഇനി അതിലൊരു സംസാരത്തിനും പരിശോധനയ്ക്കുമുള്ള സാധ്യതകളുമില്ല. അതുകൊണ്ട് ഒരു കാലയളവിനെ സംബന്ധിക്കുന്ന സൂചന നൽകാൻ സന്തോഷിന് കഴിയുമോ? സന്തോഷിന് അത്തരം വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? ആനന്ദ്, ഇതൊരു സമാന കേസ് തന്നെയാണ്. കാരണം എപ്പോഴും സുപ്രീം കോടതിയെ നിയമത്തിൻ്റെതായ ഒരു കൃത്യമായ വഴികളുണ്ട്. സുപ്രീം കോടതിയുടെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യ രീതികളും ചട്ടങ്ങളുണ്ട്. പക്ഷെ മുൻപ് ദില്ലിയിൽ നിന്ന് ചെറിയ സാങ്കേതിക പ്രശ്നം കൂടിയുണ്ട്. ഏതായാലും സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് തന്നെയാണ് വിശദാംശങ്ങൾ ലഭിക്കുന്നത്. ഏതായാലും സന്തോഷ് സർലിംഗ് സൂചിപ്പിച്ചതുപോലെ ഒരു സമാനതകളില്ലാത്ത സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഒരു പരിശോധനയും കേസും ഒക്കെയാണ് ശബരിമല യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾക്കും ആ അസ്വാഭാവികത ഉണ്ട്. ഏതായാലും 7 ദിവസത്തിനുള്ളിൽ കൂടുതൽ വാദങ്ങൾ പറയാൻ കഴിയാത്തവർ എഴുതി നൽകാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 7 ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ തീരുമാനം നമുക്ക് ലഭിക്കും എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനേ വഴിയുള്ളൂ. ആ വിശദാംശങ്ങളാണ് സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് തന്നത്. ശബരിമല യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട പുനർപരിശോധനാ ഹർജികളിൽ കോടതി വിധി ഇന്നില്ല. കേസ് വിധി പറയാനായി മാറ്റി. കോടതിയിൽ വാദിക്കാൻ അവസരം ലഭിക്കാത്തവർക്ക് തങ്ങളുടെ വാദം എഴുതി സമർപ്പിക്കാൻ 7 ദിവസത്തെ സമയം അനുവദിച്ചു. വാദത്തിനിടെ വിശ്വാസങ്ങൾക്കും മീതെയാണ് മൗലികാവകാശങ്ങളെന്ന് കോടതി വീണ്ടും ഓർമ്മപ്പെടുത്തി. വിധിയിൽ പിഴവ് എന്തെന്ന് വിശദീകരിക്കാൻ അഭിഭാഷകരോട് ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു. അതേസമയം വിധി പുനർപരിശോധിക്കേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ നിലപാട് സ്വീകരിച്ചു. ഏതായാലും 7 ദിവസത്തിനുള്ളിൽ ഇന്ന് വാദം കോടതിയിൽ നേരിട്ട് പറയാൻ കഴിയാത്ത ആളുകൾക്ക് അതിൻ്റെ ഉള്ളടക്കം നേരിട്ട് ഭരണഘടനാ ബെഞ്ചിനെ എഴുതി അറിയിക്കാനുള്ള അവസരം കൂടി നൽകിയിട്ടുണ്ട്. 7 ദിവസം കാലയളവും അതിന് സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി ശബരിമല യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന വിധി അവസാനവും അന്തിമവുമായിരിക്കും എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ഏതായാലും ഉയർന്ന ബെഞ്ച്, അതായത് 7 അംഗങ്ങളടക്കമുള്ള ബെഞ്ചിലേക്ക് ഈ കേസ് മാറ്റുന്ന നിയമസാധ്യതകളും ഇതോടെ അടഞ്ഞിരിക്കുന്നു. ഭരണഘടനാ ബെഞ്ച് തന്നെ ഒരു കൃത്യമായ ഇന്ന് സൂചിപ്പിക്കപ്പെട്ടതിൽ എന്തെങ്കിലും പുതിയതായി ഉള്ളതായി ഇതുവരെ നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. നിയമപരമായി ലീഗൽ ഇറർ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കപ്പെട്ടു എന്നും വിശദാംശങ്ങൾ ലഭിക്കുന്നില്ല. ഏതായാലും വിശദമായി കാര്യങ്ങൾ കേൾക്കാൻ കോടതി തയ്യാറായിരിക്കുന്നു എന്നതാണ്. ഏകദേശം 4 മണിക്കൂറോളം നീണ്ടുനിന്നു. 10:30 ശേഷം കേൾക്കാൻ തുടങ്ങിയതാണ് വിവിധ വാദങ്ങൾ. ഉച്ചവരെ ഈ വിധിയെ നടപ്പിലാക്കരുത് എന്ന് ആവശ്യപ്പെടുന്ന വാദങ്ങളാണ് കോടതിയിൽ നടന്നത്. ഉച്ചയ്ക്ക് ശേഷം സർക്കാരും ദേവസ്വം ബോർഡും അടക്കം വിധിയെ അനുകൂലിക്കുന്നവരുടെ വാദങ്ങളും സവിസ്തരം കോടതി കേട്ടു എന്നതാണ് പ്രത്യേകത.
ഇപ്പോൾ ദില്ലിയിൽ നിന്ന് ശരത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശരത്ത്, ഏതായാലും നേരത്തെ സന്തോഷ് സർലിംഗ് ഒക്കെ ഡൽഹിയിൽ നിന്ന് സൂചന തന്നതുപോലെ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ചതുപോലെ ഒരു അസ്വാഭാവികമായ നടപടിയും സമാനതകളില്ലാത്തൊരു കേസുമാണ് ഇത് ശരിക്കും സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്ര ഒരു ദൈർഘ്യമേറിയ വാദം കേൾക്കാൻ വേണ്ടി സുപ്രീം കോടതിയുടെ ഭരണഘടന അതിന്റെ സമീപകാലത്തൊന്നും തന്നെ ഇരുന്നിട്ടില്ല എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിൽ നമ്മൾ രാവിലെ മുതൽ സൂചിപ്പിച്ചതുപോലെ വാദം പൂർണ്ണമായും കേൾക്കാൻ വേണ്ടി കോടതി തയ്യാറായി എന്നുള്ളത് തന്നെ. ഇനിയിപ്പോൾ ഈ വാദം കേട്ട വാദത്തിനും അപ്പുറത്തേക്ക് ഏതെങ്കിലും കക്ഷികൾക്ക് അവരുടെ വാദങ്ങൾ ഉന്നയിക്കണമെങ്കിൽ അത് എഴുതി നൽകാൻ വേണ്ടിയും കൂടി അനുവാദം കോടതി നൽകിയിട്ടുണ്ട്. അതിനുകൂടി ശേഷമായിരിക്കും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ശബരിമല വിധി പുനഃപരിശോധിക്കണമോ എന്ന കാര്യത്തിൽ ഹർജിയിന്മേലുള്ള വിധി പ്രസ്താവിക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും രണ്ട് കാര്യങ്ങളായിരുന്നു പ്രധാനമായും ചീഫ് ജസ്റ്റിസ് കോടതി നടപടികൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചത്. ഹർജിക്കാരോട് പറഞ്ഞത് സ്ത്രീ പ്രവേശനം സംബന്ധിച്ച വിധിയിലെ പിഴവ് എന്താണ്, അതുപോലെ തന്നെ വിധി എന്തുകൊണ്ട് പുനഃപരിശോധിക്കാം, ഇക്കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇക്കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള വാദം നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനെ തുടർന്ന് നിരവധിയായ വാദങ്ങൾ 11ഓളം അഭിഭാഷകർ 56 പുനഃപരിശോധനാ ഹർജികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നടത്തുകയുണ്ടായി. ആ വാദങ്ങളിൽ ഏറ്റവും പ്രധാനമായതും ഭരണഘടനയുടെ 15-ാം അനുച്ഛേദ പ്രകാരം ക്ഷേത്രാചാരങ്ങൾ റദ്ദാക്കിയത് തെറ്റാണ്. യുവതി പ്രവേശനം ശരത്തൊന്ന് ടെലിഫോണിൽ തുടരൂ. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് അഭിഭാഷകൻ MR അഭിലാഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശരി അഭിലാഷ്, താങ്കൾ ഉച്ചയ്ക്ക് മുൻപ് ഒരു മാധ്യമത്തിന് നൽകുന്ന ഇന്റർവ്യൂ ഞാൻ ശ്രദ്ധിച്ചതാണ്. താങ്കൾ പറഞ്ഞത് ലീഗലി ഒരു ഇറർ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് കഴിഞ്ഞു എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമായിരിക്കും എന്നൊരു നിരീക്ഷണമാണ് താങ്കൾ നടത്തിയത്. എന്താണ് ഈ ഘട്ടത്തിൽ സാധാരണ നിലയിൽ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ടത്? സുപ്രീം കോടതിയുടെ ഒരു സമാനതയില്ലാത്ത കേസ് തന്നെയാണ് ചരിത്രത്തിൽ, സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഈ ശബരിമല യുവതീ പ്രവേശം അടയാളപ്പെടുത്തപ്പെടുന്നത്. പരിഗണന എന്ന് പറയും, പരിഗണിക്കേണ്ട ആ ഒരു വിഷയം എന്ന് വെച്ചാൽ വളരെ പരിമിതമാണ്. ഒരു അപ്പാരന്റ് എറർ അത് ജഡ്ജ്മെന്റിലുണ്ടെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അവര് റിവ്യൂ ചെയ്യുകയുള്ളൂ. അപ്പൊ ഇപ്പോ കോടതി ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എല്ലാ റിവ്യൂ പെറ്റീഷൻസിലും ഹിയറിംഗ് കംപ്ലീറ്റ് ആക്കി. അപ്പൊ വെറും 2.5 മണിക്കൂർ മാത്രമാണ് എല്ലാ ഹർജിക്കാർക്കും കൂടെ വാദിക്കാൻ മൊത്തം കിട്ടിയ സമയം. അതുപോലെ തന്നെ ഈ അപ്പാരന്റ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലീഗൽ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ വസ്തുതകളല്ലല്ലോ, ഇവിടെ ബേസിക്കലി ഭരണഘടനയുമായുള്ള ബന്ധപ്പെട്ട വ്യാഖ്യാനവും സ്റ്റാറ്റ്യൂട്ടറി ഇന്റർപ്രിട്ടേഷനും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ നടന്നിട്ടുള്ള വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ പാസ്സാക്കിയിട്ടുള്ള ഈ വിധിയിലെ എറർ ചൂണ്ടിക്കാട്ടുന്നതിന് ലീഗൽ സബ്മിഷൻസ് ആണ് നടത്തേണ്ടതായിട്ടുള്ളത്. അപ്പൊ എല്ലാം തന്നെ 2.5 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ കോടതി അവർ ഈ പ്രൊസീജിയർ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യത്തിലായിരുന്നു. ഒരു പൊതുവെ റിവ്യൂ പെറ്റീഷനുകളോടൊക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അല്ല സുപ്രീം കോടതി കാണിക്കാറുള്ളത്. കാരണം റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു റീ ഹിയറിംഗ് അല്ല, അത് ഇറ്റ്സ് നോട്ട് ആൻ അപ്പീൽ അഗെയിൻസ്റ്റ് ജഡ്ജ്മെന്റ്. അപ്പോൾ റിവ്യൂവിന്റെ ആ ഒരു കോമ്പസ് എന്ന് പറയുന്നത് വളരെ നാരോ ആണ്, അതിന്റെ പരിഗണനാ പരിധി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സാധ്യതകൾ കുറവാണ് എന്ന് നമുക്കിപ്പോ പറയാൻ കഴിയും. ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് ഖാൻവിൽക്കറും അവരുടെ തീരുമാനമായിരിക്കും ഒരുപക്ഷെ ആത്യന്തികമായിട്ട് ബെഞ്ചിന്റെ തീരുമാനത്തിനെ നിർണ്ണയിക്കുന്നത്. ജസ്റ്റിസ് ഖാൻവിൽക്കർ കഴിഞ്ഞ തവണ ജഡ്ജ്മെന്റ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ചീഫ് ജസ്റ്റിസ് നേരത്തെ വിധി പാസാക്കിയ സമയത്ത് ജസ്റ്റിസ് ദീപക് മിശ്ര ആയിരുന്നു. ഇപ്പൊ പുതിയൊരു വ്യക്തിയാണ്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും തീരുമാനമാണ് ശരിക്കും വിധിയുടെ ഔട്ട്കം ആകുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത്, ഔട്ട്കം തീരുമാനിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ. അതായത് അഡ്വക്കേറ്റ് അഭിലാഷ്, ഒരു ചോദ്യം കൂടി. താങ്കൾ ഒരു പ്രാഥമിക വിലയിരുത്തൽ നടത്തുന്നതും നിയമവിദഗ്ധൻ എന്ന നിലയിൽ ഞങ്ങളോട് നിരീക്ഷിക്കുന്നതും ലീഗലി ഒരു ഇറർ എന്നത് തന്നെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്, അതല്ലാതെ മറ്റു സാധ്യതകൾ ഈ വിധി പിൻവലിക്കുന്നതിന് ഇല്ല എന്നാണ്. അങ്ങനെ ഒരു ലീഗൽ ഇറർ ചൂണ്ടിക്കാണിക്കാൻ ഈ വാദത്തിനിടയിൽ ആർക്കെങ്കിലും കഴിഞ്ഞതായി താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ലീഗൽ എറർ എന്ന് പറഞ്ഞാൽ വളരെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വിഷയമല്ലേ. ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശം എന്ന് പറഞ്ഞാൽ വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് ഇത് റൈസ് ചെയ്യുന്നുണ്ട്. അതായത് ജസ്റ്റിസ് റോഹിംഗ്ടൺ നരിമാൻ ഭരണഘടനാ ബെഞ്ചിലെ ഏറ്റവും പ്രഗത്ഭരായ ജഡ്ജിമാരിലെ ഒരാളാണ്. അദ്ദേഹത്തിന്റെ അച്ഛനും പ്രമുഖ ഭരണഘടനാ പണ്ഡിതനുമായ സാലിയസ് നരിമാൻ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി ശബരിമല വിധി തെറ്റാണെന്ന്. അപ്പൊ ഇതിനകത്ത് വളരെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന വ്യവഹാരമായതുകൊണ്ട് തന്നെ
സബ്മിഷൻസ് നടത്തുന്നത് കൊണ്ട് മാത്രം അതിനാൽ കോടതി കൺവിൻസ് ചെയ്യപ്പെടണമെന്നില്ല. ജഡ്ജസ് ഒക്കെ ഇന്റലക്ച്വലി റോബസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് കോടതിയെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ എത്രത്തോളം കൺവിൻസ്ഡ് ആണെന്ന് നമുക്കിപ്പോ പറയാൻ കഴിയില്ല. ബെഞ്ചിന്റെ സമീപനം വളരെ പാസീവ് ആയിരുന്നു. ആക്റ്റീവായിട്ട് ബെഞ്ചിൽ നിന്നും വളരെയധികം ചോദ്യങ്ങളൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതെല്ലാം വെച്ച് നോക്കുമ്പോ പൊതുവെ റിവ്യൂ ഹിയറിംഗ് കഴിഞ്ഞു കിട്ടി എന്ന് പറയുന്നതാവും സത്യസന്ധമായ ഒരു അഭിപ്രായം. നമുക്ക് കാത്തിരുന്ന് കാണാം. അഡ്വക്കേറ്റ് അഭിലാഷ്, അതിന്റെ ഒരു കാലയളവ് കൂടി പറയാൻ കഴിയുമോ? എപ്പോഴേക്ക് ഇതിലൊരു അന്തിമമായി തീരുമാനം പറയാനുള്ള സാധ്യതയാണ് താങ്കൾ കാണുന്നത്? റിട്ടേൺ സബ്മിഷൻ ഫയൽ ചെയ്യുന്നതിന് ഒരാഴ്ചയാണ് സമയം കൊടുത്തിരിക്കുന്നത്. അതെ. അപ്പൊ അത് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ വിധി വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. ശരി, വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്, ഈ വിശദാംശങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിന്. അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് സൂചിപ്പിക്കുന്നത് ഒരു 2 ആഴ്ചക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു അന്തിമമായ വിധി പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ്.